ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ 1 CR ചാലഞ്ച് സ്റ്റാർട്ടിംഗ് ഡേ ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേ നല്ലൊരു ട്രേഡ് കിട്ടിയതാണ്. കൃത്യമായിട്ട് നല്ലൊരു ട്രേഡ് വേറെ നല്ലൊരു ട്രേഡായിരുന്നു കിട്ടിയത്. നല്ലൊരു പൊസിഷൻ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പുട്ട് ഓപ്ഷൻ. പക്ഷേ നമ്മൾ ടാർഗറ്റ് അടിച്ചില്ല. 30% ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറെക്കുറെ 20% വന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 20% ആണ്. അപ്പോൾ 1:1 റിസ്ക് റിവാർഡ് ഓക്കെ ആയി. അപ്പോൾ നമ്മൾ 20% വന്ന സ്ഥിതിക്ക് നമ്മൾ ഇന്നത്തെ ട്രേഡ് കോസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് വെച്ചു. നമ്മൾ ഇന്നത്തെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു 1 CR ചാലഞ്ചിൻ്റെ. ആ സ്റ്റേജിൽ നമ്മൾ മൈനസും ഇല്ല പ്ലസ്സും ഇല്ലാത്ത വിധം കോസ്റ്റിൽ തന്നെ എക്സിറ്റ് അടിക്കുകയാണ് ചെയ്ത്. ജസ്റ്റ് നമ്മൾ റൂട്ട്സിന് ചെറിയ രീതിക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതായത് ഏറെക്കുറെ 20% ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 20% ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ കോസ്റ്റിലേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രേഡൊക്കെ അടിപൊളി ട്രേഡ് തന്നെയായിരുന്നു. കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ട് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടാകും. ഏറെക്കുറെ 30% ഒരു ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി നമ്മൾ എൻട്രി എടുത്ത പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ നോട്ടിംഗ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്ത പൊസിഷൻസ് 51,600 പുട്ട് ഓപ്ഷനാണ്. അത് ഏറെക്കുറെ കോസ്റ്റ് തന്നെയാണ്. ഏറെക്കുറെ 9:42 എൻട്രി എടുത്ത് 11 മണി ഏറെക്കുറെ ഒരു 1 hour പ്ലസ് ഹോൾഡിംഗ് ആയിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ആവാനായിട്ട്. നമ്മൾ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിന് മാത്രമായിട്ടുള്ള അക്കൗണ്ടാണ്. ഏറെക്കുറെ ജസ്റ്റ് ഫണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നമ്മൾ ആ ഒരു ചേഞ്ചിങ് ഒന്നുമില്ല. ഈ ഒരു അക്കൗണ്ട് 1 CR ചാലഞ്ചിന് മാത്രമായിട്ടുള്ള അക്കൗണ്ടാണ്. എല്ലാവരും ഇതേപോലത്തെ ഒരു അക്കൗണ്ട് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. മസ്റ്റായിട്ട് ഈ ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്യണം. എന്നാലും ഇന്നത്തെ ട്രേഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഒരു അക്കൗണ്ട് ഈ ഒരൊറ്റ ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും. നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് തന്നെ വളരെ സ്റ്റേജ്. ഇന്നത്തെ സ്റ്റേജ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് തന്നെയാണ്. ഇന്ന് നമ്മൾ നാളെയും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ് സ്റ്റാർട്ടിങ്. നമുക്ക് മൈനസും ഇല്ല പ്ലസ്സിലേക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ്സ് ഇല്ല. അതിനുശേഷം വീണ്ടും ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു റൂൾസിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും കംഫർട്ടായിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, മാക്സിമം കംഫർട്ടായിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്യുക. എനിക്ക് കംഫർട്ട് 5 മിനിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ്സ് ചാർട്ട് നോക്കുന്നത്. നിങ്ങൾക്ക് കംഫർട്ട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്കാൽപ്പിംഗ് ആണ്. നമ്മുടെ സജഷൻസിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് ആക്കി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും, സ്കാലപ്പിംഗ് ബെറ്റർ 3 മിനിറ്റ്സ് ആണ്. പക്ഷെ അത് സ്കാലപ്പിംഗ് ആണ്. ഞാൻ നോർമലി ഞാനൊരു സ്കാലപ്പർ അല്ല, അതിൻ്റെ ട്രേഡ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ട് 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 മിനിറ്റ്സ് ആണ് ഞാൻ നോക്കത്തുള്ളൂ. നിങ്ങൾക്ക് കംഫർട്ട് 3 മിനിറ്റ്സ് ആണ്. സ്കാലപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 3 മിനിറ്റ്സ് ആണ് കംഫർട്ട് എന്നുണ്ടെങ്കിൽ 3 മിനിറ്റ്സ് നോക്കാവുന്നതാണ്. ഓക്കെ, അതൊരിക്കലും എൻ്റെ തന്നെ നോക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് മെത്തേഡ് ഉണ്ടെങ്കിൽ ഇതേ പ്ലാനിങ് നമ്മൾ 1 CR ചാലഞ്ച് 30 സ്റ്റേജ് ചാലഞ്ച് വെച്ചിട്ട് അതേ പ്ലാൻ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. 30% പ്രോഫിറ്റ് ആൻഡ് 20% റൂൾസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. ഇന്ന് നമ്മൾ റൂൾസിൽ ഫസ്റ്റ് ഡേ തന്നെ ചെറിയ രീതിക്ക് ചേഞ്ച് ചെയ്ത് റൂൾസിൽ ചെറിയ രീതിക്ക്, അതായത് ടാർഗറ്റ് അല്ല, ഏറെക്കുറെ പ്രോഫിറ്റ് 20% വന്നു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റിലേക്ക് വെക്കും. സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് വെക്കും, ഇട്ടിടും. എന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ കോസ്റ്റിൽ അടിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇന്നത്തെ നോർമൽ ട്രേഡിലാണെങ്കിൽ നമുക്ക് വലിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. ചെറിയ മൂവ്മെൻറ്റ്സ് കിട്ടിയുള്ളൂ. ഈ ഒരു വലിയൊരു മൂവ്മെൻറ്റ്സ് ഒന്നും മേലോട്ട് പോയൊന്നും കിട്ടിയില്ല, എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ടിങ് എന്തായാലും അടിപൊളിയായിരുന്നു. നല്ലൊരു എൻട്രി ആയിരുന്നു. എക്സിറ്റ് വലിയ കുഴപ്പമില്ലാത്ത എക്സിറ്റൊക്കെ തന്നെയായിരുന്നു. എന്നാൽ നമുക്ക് എന്തായാലും ഇനി നാളെ നമ്മുടെ ഡേ 2 ആണ്. സ്റ്റേജ് 1 തന്നെയാണ്. അപ്പം നാളെ നമുക്ക് ഇതേ എമൗണ്ട് മാത്രം യൂസ് ചെയ്ത്, നമ്മൾ 5K യൂസ് ചെയ്തിട്ടാണ് എൻട്രി ചെയ്തത്. നാളെയും ഇതേ എമൗണ്ട് യൂസ് ചെയ്തിട്ട് നാളെ എൻട്രി എടുക്കും. അപ്പം എന്തായാലും ഓക്കെ, ബൈ ഗൈസ്, നമുക്ക് നാളെ നോക്കാം.